ഇന്ന് നമുക്കൊരു നേന്ത്രപ്പഴം പ്രഥമൻ ഉണ്ടാക്കുന്നത് കാണാം. ആദ്യം തന്നെ ശർക്കര നല്ല രീതിക്ക് പാനിയാക്കി മാറ്റി വയ്ക്കുക. നല്ല പഴുത്ത പഴം എടുത്തിട്ട് ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ട് നെയ്യിൽ നല്ല രീതിക്കൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുക്കുമ്പോഴേക്കും ആ പഴം നല്ല രീതിക്ക് ഉടഞ്ഞ് ഒരു പാകത്തിനായിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. വേവിച്ച് കഴിയുമ്പോഴേക്കും നല്ലപോലെ ഉടഞ്ഞ് നല്ല വെന്ത് നല്ല പാകത്തിനായിട്ടുണ്ടാവും. ഇങ്ങനെ ഉടഞ്ഞ് വരുമ്പോഴേക്കുമാണ് നമുക്ക് ശർക്കരപ്പാനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിലേക്ക് ശർക്കരപ്പാനി കുറേശ്ശെ ഒഴിച്ച് ആ പാനിയുമായിട്ട് ആ പഴം നല്ല രീതിക്ക് മിക്സ് ചെയ്ത് വരണം. ആ ഒരു രീതിയിലേക്ക് വേണം നമ്മൾ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്ത് കിട്ടാനായിട്ട്. ആ ഒരു നല്ലൊരു കുഴമ്പ് രൂപത്തിലേക്ക് ആകുമ്പോഴാണ് തേങ്ങാപ്പാൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് രണ്ടാം പാലാണ് ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്ത് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ലാസ്റ്റാണ് ഒന്നാം പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒന്നാം പാൽ ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഏലക്കാപ്പൊടിയും അതുപോലെ ചുക്ക് പൊടിച്ചതും ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ കാഷ്നട്ടൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നേന്ത്രപ്പഴം പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക.